ആലപ്പുഴയിൽ ഒരു അപകടം. ആലപ്പുഴത്തെ കായംകുളത്താണ്. വലിയഴീക്കലിൽ ഹാർബറിലാണ് ഒരു ദാരുണ അപകടമുണ്ടായത്. ബോട്ട് വള്ളത്തിലിടിച്ച് മത്സ്യത്തൊഴിലാളി മരിച്ചു എന്ന വിവരമാണ് വരുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ബോട്ട് പോകുന്നത് കാണാം. ബോട്ട് അവിടെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ബോട്ടിന് ഏകദേശം നടുഭാഗത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്ന് ബോട്ട് ഇടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. തീരത്തിന് ഏറെക്കുറെ അടുത്ത് തന്നെയായിരുന്നു. അത് ബോട്ട് ഓടിക്കുന്നയാൾ കണ്ടില്ല. മുൻപിൽ പാവം ഒരു മത്സ്യത്തൊഴിലാളി ഒരു ചെറിയ വള്ളത്തിൽ തുഴഞ്ഞ് മത്സ്യബന്ധനം നടത്തുന്നത് കണ്ടില്ല. വലിയഴീക്കലാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളിയായ പ്രദീപാണ് മരിച്ചത്. കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോവുകയായിരുന്ന ലൈലാൻഡ് ബോട്ട് കായലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന ചെറിയ വള്ളത്തിൽ ഇടിക്കുകയായിരുന്നു. അപ്പോൾ കായലിലാണ് നമ്മുടെ പ്രദീപ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ബോട്ട് കടലിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ കായലിൽ മത്സ്യബന്ധനം നടത്തിയിരുന്ന പ്രദീപിൻ്റെ വള്ളത്തെ കണ്ടില്ല. അങ്ങനെ പ്രദീപിൻ്റെ വള്ളത്തിലേക്ക് പോയി ഈ ബോട്ട് ഇടിക്കുകയായിരുന്നു. ലൈലാൻഡ് ബോട്ട് ഇടിച്ചാണ് അപകടം സംഭവിച്ചത്. നമുക്കൊപ്പം മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, എപ്പോഴായിരുന്നു ഈ സംഭവം നടന്നത്? ബോട്ട് ഓടിച്ചയാൾക്ക് മുൻപിലുള്ള ഈ ചെറുവള്ളം കാണാതെ പോയതാണോ അപകടത്തിൻ്റെ കാരണം? അതെ അരുൺകുമാർ, വലിയ സുരക്ഷാ മുൻകരുതൽ വേണ്ട സ്ഥലമാണ് ഈ ഹാർബർ പോലെയുള്ള പൊഴിമുഖവും ഹാർബറും ഒരുമിച്ച് വരുന്ന സ്ഥലമാണ് വലിയഴീക്കൽ. ഇന്നലെ പകൽ 11:55 ഈ അപകടം ഉണ്ടാകുന്നത്. അതായത് വലിയഴീക്കലിൽ കായംകുളം കായലിൽ നിന്നും വലിയഴീക്കൽ പൊഴി വഴി കടലിലേക്ക് പോവുകയായിരുന്നു ലൈലാൻഡ് വെള്ളം. ആ സമയത്ത് ഈ പൊഴിമുഖത്തിന്റെ തൊട്ട് സമീപത്താണ് പ്രദീപ്. അദ്ദേഹം ഒരു ചെറിയ വള്ളത്തിലാണ് മത്സ്യബന്ധനം നടത്തിയിരുന്നത്. ആ സമയത്താണ് ഈ വള്ളം പൊടുന്നനെ എത്തിയത്. ലൈലാൻഡ് വള്ളമാണ്. പൊടുന്നനെ എത്തി ഇയാൾ മാറാനുള്ള സാവകാശം പോലും ലഭിച്ചിരുന്നില്ല. ഒരു പക്ഷേ അവിടെ ഈ പൊഴിമുഖത്ത് അത്തരത്തിൽ ആ ചെറിയ വള്ളങ്ങൾ അവിടെ മത്സ്യബന്ധനം ചെയ്യാൻ പാടില്ല എന്ന മുൻകരുതൽ ബോർഡുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെയുള്ള അപകടം ഒഴിവാക്കാമായിരുന്നു. ഒപ്പം തന്നെ പൊഴിമുഖത്ത് ഈ കായലിൽ നിന്നും കടലിലേക്ക് കയറുന്ന സമയത്ത് കുറച്ചുകൂടി സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയാൽ ഇത്ര അപകടം ഒഴിവാക്കാമായിരുന്നു. പക്ഷെ ഇവിടെ മരണം സംഭവിക്കാനുള്ള കാരണം ഉണ്ടായത് പ്രദീപ് ഈ വള്ളത്തിൽ നിന്ന് താഴെ വീണു. നല്ലവണ്ണം നീന്താൻ അറിയാവുന്ന ആളാണ്. പക്ഷേ പെട്ടെന്ന് വള്ളത്തിലുണ്ടായിരുന്ന വലയും താഴേക്ക് വീണു, വെള്ളത്തിലേക്ക് വീണു. ഈ വലയിൽ പ്രദീപ് കുടുങ്ങിപ്പോയി. നീന്താൻ അറിയാവുന്ന ആളാണ് പ്രദീപ്. പക്ഷേ വലയിൽ കുരുങ്ങിയത് കൊണ്ട് പ്രദീപിന് കരയിലേക്ക് നീന്താൻ കഴിഞ്ഞില്ല. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ ഇദ്ദേഹത്തെ നീന്തി കരയിലെത്തിച്ചു. ഈ വലയിൽ നിന്നും അദ്ദേഹത്തെ കരയിലെത്തിച്ചു. കായംകുളം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതാണ് ഇന്നലെ ഉണ്ടായ സംഭവം. ഇന്നലെ 11:55 അപകടം ഉണ്ടായത്. ഈ ലൈലാൻഡ് വള്ളത്തിന്റെ വേഗത ഒപ്പം തന്നെ സുരക്ഷാ ക്രമീകരണം ഇല്ലാഞ്ഞതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയും മരണമാവുകയും ചെയ്തത്. അരുൺകുമാർ, ഇപ്പോൾ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ബോട്ടിലെ ഡ്രൈവറുടെ അശ്രദ്ധയാണ് കാരണം. മുൻപിലുള്ള ചെറുവള്ളം കണ്ടില്ല. പ്രദീപ് ആ വള്ളത്തിൽ കായലിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്നു. ആ സമയത്താണ് ബോട്ട് വന്നിടിക്കുന്നത്. മനീഷ് മഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിർഭാഗ്യകരമായ സംഭവം. പ്രദീപിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ നമ്മളും പങ്കുചേരുന്നു.